ഇപ്പോൾ ജെ പ്രമീള ദേവി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെ പ്രമീള ദേവി, വെരി ഗുഡ് മോർണിംഗ്. ജെ പ്രമീള ദേവി, താങ്കൾക്കെതിരെ ഒരു പരാതിയായിട്ട് ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് ഗീതാകുമാരി. താങ്കളുടെ ഈ PA ആയിരുന്നോ നമ്മുടെ ഈ അനന്തു കിഷൻ? അല്ല 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 ഡോക്ടർ അരുൺകുമാർ, ഞാൻ താങ്കളുടെ പരിപാടി സ്ഥിരമായിട്ട് കാണാറുണ്ട്. അതാരൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഞാന് വനിതാ കമ്മീഷൻ മെമ്പർ ആയിരുന്ന സമയത്ത് അനന്തകൃഷ്ണൻ വേണ്ടിയപ്പോ പല പരിപാടികളിലും ഒരു അനന്തകൃഷ്ണൻ അക്കാലത്ത് കേരള സർക്കാരിന്റെ യുവകർഷക പുരസ്കാരമോ അങ്ങനെ എന്തോ ഒന്ന് കിട്ടിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അനന്തകൃഷ്ണൻ ഉമ്മൻചാണ്ടി സാർ അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ വെച്ചാണ് അനന്തകൃഷ്ണനെ പരിചയപ്പെടുന്നത്. PJ ജോസഫ് സാറുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ എന്തോ ഒരു സോഷ്യൽ സൊസൈറ്റിയിൽ ഇവൻ വളരെ ആക്റ്റീവായിരുന്നു. ആ സമയങ്ങളിൽ അനന്തകൃഷ്ണൻ എൻ്റെ ഒപ്പം പല പരിപാടികളിലും പങ്കെടുക്കാൻ എത്തിയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു PA ഉണ്ടായിരുന്നില്ല. PA ഉള്ളത് സർക്കാർ തീരുമാനിക്കുന്നതാണ്. വനിതാ കമ്മീഷന്റെ PA എന്ന് പറയുന്നത് സർക്കാർ തീരുമാനിക്കുന്ന ആളാണ്, സർക്കാർ ഉദ്യോഗസ്ഥനുമാണ്. അവര് തിരുവനന്തപുരത്ത് നമ്മുടെ ഓഫീസിലാണ് ഉണ്ടാവുക. മാത്രവുമല്ല, ഈ ഗീതാകുമാരി മാഡം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇന്നിപ്പോ ആരോ പറഞ്ഞു എന്നോട്, ഇങ്ങനെ എന്താണ് രാവിലെ ഇയാൾ വിശ്വസ്തനാണെന്ന് ഞാൻ പറഞ്ഞത്. പണം കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ ആരോടും ഒന്നും പറയില്ല. എപ്പോഴെങ്കിലും ഇലക്ഷൻ ഏജന്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ അനന്തകൃഷ്ണൻ? ഇലക്ഷൻ ഏജന്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ പാലായിൽ മത്സരിക്കുന്ന സമയത്ത് നാനാതരത്തിൽപ്പെട്ട ആളുകൾ അവിടെ, ഇലക്ഷൻ ഏജന്റ് എന്ന് പറയുന്നത് പാർട്ടി നിശ്ചയിക്കുന്ന ആളാണ്, പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, മണ്ഡലം പ്രസിഡന്റാണ് തീരുമാനിക്കുന്നത്. ഇയാള് അവിടെ വന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു, അല്ലാതെ എനിക്കതിൽ പ്രത്യേകിച്ച് ഒരു പങ്കാളിത്തവുമില്ല. നമ്മളൊരാളെ ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം BJP, ഇയാൾ ഒന്നാമത് BJP അല്ല, ഇയാള് BJPയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. കോൺഗ്രസ് അല്ലെങ്കിൽ UDF സംവിധാനം, അയാളുടെ രാഷ്ട്രീയം പ്രസക്തമല്ല. അപ്പോ അങ്ങനെ ഒരാളെ നമുക്ക് ഇലക്ഷൻ ഏജന്റ് ആകാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഇലക്ഷനിൽ ഉണ്ടായിരുന്നത് മണ്ഡലം പ്രസിഡന്റ് തീരുമാനിച്ച ആളായിരുന്നു ഏജന്റ് ആയിട്ടുള്ളത്. ഈ ഗീതാകുമാരി മാഡം പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ഒരിക്കലും ശരിയല്ല. ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എന്റെ സംശയം, അല്ല, പ്രമീള ദേവി എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് അനന്തകൃഷ്ണനെ ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അനന്തകൃഷ്ണന്റെ സഹായം തേടിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അനന്തകൃഷ്ണന്റെ സഹായം ഒരിക്കലും വേണ്ടി വന്നിട്ടില്ല. കാരണം അനന്തകൃഷ്ണൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ആളായിരുന്നില്ലല്ലോ, പ്രത്യേകിച്ച് ഏതെങ്കിലും ഉത്തരവാദിത്വത്തിലുള്ള ആളായിരുന്നില്ല. മറിച്ച് അനന്തകൃഷ്ണൻ പലപ്പോഴും എല്ലാ പൊതുപ്രവർത്തകർക്കും ഒപ്പം ഉണ്ടാകാറുള്ളത് പോലെ, അദ്ദേഹം ഇപ്പൊ എനിക്ക് മാത്രമല്ല എല്ലാ പൊതുപ്രവർത്തകർക്കും ഒപ്പം ചേർന്ന് നിൽക്കാറുള്ളത് പോലെ വനിതാ കമ്മീഷന്റെ പല പരിപാടികളിലും വന്നിരുന്നു. അന്നൊന്നും അനന്തകൃഷ്ണൻ ഇത്തരത്തിലുള്ള ഒരു അനന്തകൃഷ്ണൻ വനിതാ കമ്മീഷനുമായി സഹകരിച്ചിരുന്നു അല്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഡോക്ടർ അരുൺകുമാർ. വനിതാ കമ്മീഷനുമായി സഹകരിച്ചിരുന്നു എന്ന് പറയാൻ പറ്റില്ല. വനിതാ കമ്മീഷന് പ്രത്യേകിച്ച് അനന്തകൃഷ്ണന്റെ സഹായം ആവശ്യമില്ല. കാരണം വനിതാ കമ്മീഷന്റെ അദാലത്തുകൾ നടത്തുന്നത് സ്വാഭാവികമായിട്ടും അവിടെ നിന്നുള്ള അവിടെ നിന്നുള്ള DYSP അല്ലെങ്കിൽ SP, അവിടെ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ. അനന്തകൃഷ്ണൻ ഒരു കാലത്തിലും ജയപ്രമീള ദേവിയുടെ PA ആയിരുന്നിട്ടില്ല, ഇലക്ട്രൽ ഏജന്റും ആയിരുന്നിട്ടില്ല, ഒന്നും ആയിരുന്നിട്ടില്ല. അരുൺകുമാറിൽ PA ആയിരുന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് രേഖകൾ പരിശോധിച്ചറിയാം. ഒരു തരത്തിലുള്ള ഒരു സംശയം കൂടി, ഈ ഗീതാകുമാരിയുടെ 25 ലക്ഷം രൂപയുടെ ഇടപാട് താങ്കൾക്ക് അറിയാമായിരുന്നോ പ്രമീള ദേവി? എനിക്കറിയില്ല. ഗീതാകുമാരിയുടെ പണം പോയതായിട്ട് ഏതോ ഒരു മീറ്റിംഗിൽ വെച്ചിട്ട്, എനിക്ക് തോന്നുന്നു വനിതാ കമ്മീഷന്റെ മീറ്റിംഗിലാണോ, വനിതാ കമ്മീഷൻ അല്ല BJP മീറ്റിംഗിലാണോ എന്നറിയില്ല. അവരെന്നോട് വിളിച്ചിട്ട് അവരുടെ പണം ഇങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ള വിവരം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. എന്നോട് അവര് പറഞ്ഞതാണോ അല്ല, ക്ഷമിക്കണം, അതെന്റെ ഓർമ്മ എനിക്ക് ഏതായാലും ഈ പണം പോയി എന്നുള്ള വിവരം ഞാൻ വളരെ പിന്നീട് അറിഞ്ഞതേ ഉള്ളൂ. പണം കൊടുക്കുന്നതിന് മുമ്പ് അവരെന്നോട് ചോദിച്ചില്ല, പണം കൊടുത്തിട്ട് പോയി എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഒരാളോട് മറ്റൊരാൾക്ക് പണം കൊടുക്കാൻ പറയില്ല. നമുക്ക് എങ്ങനെയാ അറിയാൻ പറ്റുക അരുൺകുമാർ, ആരുടെ പണം വാങ്ങിയാ കൊടുക്കില്ലയോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? മാത്രമല്ല, അതിന് മാത്രമുള്ള ഒരു ആത്മബന്ധം എനിക്ക് കുട്ടിയോട്, ഈ പയ്യനോടുണ്ടായിരുന്നില്ല. അയാളുടെ ക്യാരക്ടർ, അയാളുടെ സാമ്പത്തിക കാര്യങ്ങളിലെ വിശ്വസ്തത, ഇതൊക്കെ നമുക്ക് ഉറപ്പാക്കാനുള്ള ഒരു പരിചയമൊന്നും. ഒരു കാര്യം കൂടി, ഈ അനന്തകൃഷ്ണനുമായിട്ട് എപ്പോഴെങ്കിലും സാമ്പത്തിക ഇടപാട് താങ്കൾക്കുണ്ടായിരുന്നു? ഇല്ല, എനിക്കൊരു സാമ്പത്തിക ഇടപാടും ഉണ്ടായിരുന്നില്ല. എന്നോടൊരു സാമ്പത്തിക ഇടപാടിലേക്കും അയാളെ ക്ഷണിച്ചിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഞാനുമായിട്ടുണ്ടായിരുന്നില്ല. ഈ ഏതെങ്കിലും പരിപാടിയിൽ, അനന്തകൃഷ്ണന്റെ പരിപാടിയിൽ താങ്കൾ പങ്കെടുത്തതിന്റെ ചിത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്റെ കയ്യിൽ അങ്ങനെയുള്ള ചിത്രങ്ങളൊന്നും ഇല്ല. അനന്തകൃഷ്ണന്റെ ഈ സ്കൂട്ടർ പരിപാടികളിൽ ഒരിക്കലും ഞാൻ പങ്കെടുത്തിട്ടില്ല. ഒരു പരിപാടികളിലും സ്കൂട്ടർ കൊടുക്കുക, ഇതൊക്കെ ഇപ്പൊ ഞാൻ ഈ ദിവസങ്ങൾ പത്രത്തിലാണ് അറിയുന്നത്. ഇത്തരം പരിപാടികളിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല.
ഈ എൻ രാധാകൃഷ്ണന്റെ സൈൻ എന്ന സംഘടന ഇതിൽ പങ്കാളിയായിരുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെ താങ്കൾക്ക് അറിയാമായിരുന്നു പ്രമീള ദേവി? എനിക്കറിയില്ല. എനിക്ക് അനന്തകൃഷ്ണനുമായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല. എൻ രാധാകൃഷ്ണനുമായിട്ട് രാഷ്ട്രീയത്തിൽ പരിചയമുണ്ടെന്നല്ലാതെ അദ്ദേഹത്തിന്റെ സംഘടനയെ കുറിച്ചും എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഈ ഉഷാകുമാരി ഗീതാകുമാരി താങ്കളുടെ പേര് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയാണോ? അതെനിക്ക് അറിയില്ലല്ലോ ഡോക്ടർ അരുൺകുമാർ. നമ്മൾ അറിയാത്തൊരു കാര്യം എങ്ങനെയാ പറയുന്നത്? അസത്യമാണ്, വാസ്തവമല്ല എന്നെനിക്കറിയാം. പക്ഷേ അനന്തകൃഷ്ണനെ അറിയാം. വനിതാ കമ്മീഷനിൽ താങ്കൾ ഉണ്ടായിരുന്ന സമയത്ത് പല പരിപാടികളിലും വന്നതായി കണ്ടിട്ടുണ്ട്. പക്ഷേ അത് താങ്കളുടെ ക്ഷണം മൂലമല്ല വന്നിരിക്കുന്നത് അല്ലേ അനന്തകൃഷ്ണൻ? എന്റെ ക്ഷണം മൂലമല്ല. ഇയാള് ഈ പറഞ്ഞ പോലെ സർക്കാരിന്റെ പരിപാടികളിൽ നിന്ന് അവാർഡും ഒക്കെ വാങ്ങിക്കഴിഞ്ഞ് ഈ അയാൾക്കൊരു പൊതുപ്രവർത്തകനാകാൻ താല്പര്യമുണ്ടെന്നുള്ള നിലയ്ക്ക് ഞാനും കൂടി പരിപാടി വന്നൊന്ന് കണ്ടോട്ടെ, ഞാനും കൂടെ വന്നൊന്ന് നിന്നോട്ടെ എന്ന് ചോദിച്ചാൽ അത് അനന്തകൃഷ്ണൻ മാത്രമല്ല മറ്റു പലരും വരികയും വനിതാ കമ്മീഷന്റെ അദാലത്തുകളും മറ്റും നടക്കുമ്പോൾ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ വേറൊരു കുഴപ്പം കണ്ടിട്ടില്ല. അതിൽ നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നു, കാണുന്നു, പങ്കെടുക്കുന്നു. അതൊരു പൊതുപരിപാടിയാണല്ലോ ഡോക്ടർ അരുൺകുമാർ. ഇതൊന്നും നമ്മുടെ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ട് നടത്തുന്ന സാധനങ്ങളല്ലല്ലോ വനിതാ കമ്മീഷന്റെ വലിയ മീറ്റിങ്ങുകൾ. അതിലിപ്പോ ആർക്കും വന്ന് പങ്കെടുക്കാം. അതിൽ നിന്ന് വിവരം കിട്ടുന്നതിന് കുഴപ്പമില്ല. ഇയാൾ എന്നോടൊന്ന് പറഞ്ഞിരുന്നു ഇയാൾക്ക് IAS എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു പൊതുജന സമ്പർക്ക പരിപാടി എന്ന നിലയ്ക്ക് ഹൈലി ഇൻഫോർമേറ്റീവ് എൻലൈറ്റനിങ് ആണ്. ആയിക്കോട്ടെ, നമുക്കിപ്പോൾ അതിലൊന്നും വിരോധമില്ലല്ലോ. അതിലൊക്കെ ആളുകൾ വന്ന് പങ്കെടുക്കുകയോ അറിയുകയോ ചെയ്യുന്നതല്ലേ നല്ലത്. അത്രയ്ക്കൊക്കെ നമുക്കതിനെ കുറിച്ച് അറിയുള്ളൂ. ഓക്കെ, താങ്ക് യു പ്രമീള ദേവി. പ്രമീള ദേവി എന്ന പേര് കേട്ടപ്പോൾ നമ്മൾ ആദ്യം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേക്കാണ് പോയത്. അത് ആ പ്രമീള ദേവി അല്ല എന്നതുകൂടി നമ്മൾ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. പ്രമീള ദേവി ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുകയാണ്. ഗീതാകുമാരിയുടെ ആരോപണങ്ങളെ തള്ളുകയാണ് പ്രമീള ദേവി ചെയ്യുന്നത്. പ്രമീള ദേവി പറയുന്നു തൻ്റെ PA ആയിരുന്നില്ല, തൻ്റെ ഇലക്ട്രൽ ഏജന്റ് ആയിരുന്നില്ല. പക്ഷേ പറഞ്ഞത് സംസ്ഥാന ഭാരവാഹി കൂടിയായ സംസ്ഥാന പ്രതിനിധി BJPയുടെ സംസ്ഥാന പ്രതിനിധി കൂടിയായ ഗീതാകുമാരിയാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നേരെ പ്രമീള ദേവിയെ വിളിച്ച് ആ കാര്യത്തിലൊരു ക്ലാരിറ്റി തേടിയത്. ഗീതാകുമാരി പറയുന്നത് ഇവർക്കൊക്കെ ബന്ധമുണ്ട് എന്ന നിലയിലാണ്. മാത്രവുമല്ല പ്രമീള ദേവിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിരുന്നു അനന്തുവെന്നും KN ഗീതാകുമാരി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതാണിപ്പോൾ പ്രമീള ദേവി നിഷേധിക്കുന്നത്. സത്യങ്ങൾ പുറത്തു വരട്ടെ.